2014-ലും 2019-ലും ഗുജറാത്തിലെ 26 ലോക്സഭാ സീറ്റുകൾ മുഴുവനായും തൂത്തുവാരിയാണ് ബി.ജെ.പി. അവിടം വീണ്ടും വീണ്ടും ശക്തി തെളിയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇക്കുറി സൂററ്റിൽ തെരഞ്ഞെടുപ്പ് പോലും നടത്താതെ ബി.ജെ.പിയെ ഏകപക്ഷീയമായി വിജയിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിരവധി ചോദ്യം ഉയർന്നിരുന്നു. മാത്രമല്ല, 26 സീറ്റുകളുള്ള ഗുജറാത്തിൽ കോൺഗ്രസ് ഒരു സീറ്റ് ജയിച്ചത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. കാരണം കോൺഗ്രസ് പല സ്ഥലങ്ങളിലും ബി.ജെ.പിയുടെ ഭൂരിപക്ഷം കുറച്ചു എന്ന് മാത്രമല്ല, പല സീറ്റുകളിലും വിജയത്തിനടുത്തോ എത്തിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. രാഹുൽ ഗാന്ധി വെറുതെ അല്ല പറഞ്ഞത് പാർലമെൻറ്റിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും എന്നത്. കൃത്യമായും അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജി രൂപീകരിച്ച് തന്നെയാണ്. ഗുജറാത്തിൽ ആം ആദ്മി ഘടകം കോൺഗ്രസുമായി നല്ല രീതിയിൽ ബാന്ധവം കാത്തുസൂക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ഇത് എത്ര പരിധിവരെ അത് ശരിയാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. കാരണം 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഗുജറാത്തിൽ 2022 ആയപ്പോൾ അവിടെ ആം ആദ്മി 14% വോട്ട് ഷെയർ നേടിയതാണ് കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുത്തനെ കുറയ്ക്കാനുള്ള കാരണമായി മാറിയത്. അതുകൊണ്ട് തന്നെ ആം ആദ്മിയെ വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം തീരുമാനിക്കുന്നതല്ല. പ്രാദേശിക ഘടകം ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ അതിൽ വ്യക്തത വരുത്താൻ തയ്യാറാവുകയുള്ളൂ. നിലവിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ജഗദീഷ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇന്ത്യ മുന്നണി എന്ന സങ്കല്പത്തേക്കാൾ ഏറെ ഗുജറാത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ അടിത്തട്ടിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് എന്നുള്ള തിരിച്ചറിവ് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഹിഡൻ അജണ്ടകളെല്ലാം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അവർ വിചാരിക്കുന്നത് കാലാകാലങ്ങളോളം അവർ ഭരണം നടത്താൻ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. ജനാധിപത്യത്തെ ധ്വംസനം ചെയ്യുന്ന നടപടികളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ നടന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നടത്തിയവരെ എങ്ങനെ അവർ കൈകാര്യം ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിൽ ഇത്തവണ ഒരു ഡു ഓർ ഡൈ എന്ന രീതിയിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത്. ആം ആദ്മിയുമായി അത്ര അധികം അടുപ്പം കാത്തുസൂക്ഷിക്കാൻ ജഗദീഷ് ഠാക്കൂർ തയ്യാറാകുന്നില്ല. ജിഗ്നേഷ് മേവാനിയും ആ കാര്യത്തിൽ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. തന്നെ പോലും വദ്ഗാം മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ ആം ആദ്മി നേതൃത്വം വലിയ രീതിയിലുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരുന്നു. ബി.ജെ.പിയെ സഹായിക്കാൻ ബി ടീമായാണ് നാളിതുവരെ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തിച്ചത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പൊടുന്നനെ അവർ കോൺഗ്രസ്സിന് വേണ്ടി വലിയ തോതിൽ മാറ്റം കൊണ്ടുവരും എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ സഖ്യത്തിന് താല്പര്യപ്പെടുകയാണെങ്കിൽ ആലോചന നടക്കില്ല എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. വിഷയം കഠിനമേറിയതാണ്, അത് പരിശോധിക്കേണ്ടത് അനിവാര്യമാണെന്നും മേവാനി പറയുന്നുണ്ട്.